ഹലോ ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് എവിടെ പോകുമെന്ന് അറിയണ്ടേ? വാ കാണിച്ചു തരാം. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, മമ്മിയുണ്ട്, ഇസാമോളും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ 2 ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. സോ ആദ്യത്തെ ട്രിപ്പിൽ ഞാനും ഇസാമോളും ഇതാ ഫ്രണ്ടിലെ സാറാമോളും ഉണ്ട്. ചാച്ചൻ ഞങ്ങളെ കൊണ്ടുവിടാണ്. ഇവിടെ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ തുരുത്തെന്നാണ് കേട്ടോ, കാക്കത്തുരുത്തെന്നൊക്കെയാണ് ഇവർ പറയണേ. അപ്പോൾ അങ്ങോട്ട് ഞങ്ങളുടെ ചാച്ചൻ്റെ വീടാണ്. അവിടെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പ്ലേസാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മമ്മി പിന്നാലെ വരാം എന്നാണ് പറഞ്ഞത്. പപ്പനെ നോക്കി വെയിറ്റ് ചെയ്തിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നേരത്തെ പോകുന്നു. അപ്പം ഞങ്ങളിവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടതുകൊണ്ട്. നമ്മുടെ പഴയകാല ഓർമ്മകളാണ് ഇതൊക്കെ. പക്ഷേ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഇതാണ് അവർ പോകുന്ന വഴി. നിറച്ച് ചെളിയാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചെളിയും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം മഴയൊക്കെ കുറഞ്ഞ് നിൽക്കുന്നു ഒരവസ്ഥയിൽ. അതായത് ഭയങ്കര വെള്ളം ആയിട്ടുണ്ടാവും. ഇവരൊക്കെ വഞ്ചിയിലാണ് ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തധികം വീടൊന്നുമില്ല, എന്നാലും അതായത് ഞാൻ ഈ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങ് അറ്റത്താണ് അവരുടെ വീട്, ചാച്ചൻ്റെയൊക്കെ വീട്. അപ്പോൾ അതായത് ഇതുപോലെ 2-3 വഞ്ചി, ഇഷ്ടംപോലെ വഞ്ചികളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവരിങ്ങനെ വഞ്ചിയിലാണ് വരുന്നത്. മമ്മി പയ്യെ വരുന്നതേ ഉള്ളൂ ഇസമോളെയും കൊണ്ട്. അങ്ങനെ മമ്മീൻ്റെ കയ്യിൽ ഇസമോളെ ഞാൻ കൊടുത്തത് എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോണു. അപ്പോൾ അതാ ചാച്ചൻ സാറമോളെ എടുത്ത് കൈ പിടിച്ചു വെക്കുക. കാരണം പോകുന്ന വഴിക്ക് ഫുള്ളും ഇതുപോലെ ഞാൻ ആ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞാണ് ലെങ്ത്ത് കാരണം. അപ്പോൾ ഫുള്ള് വെള്ളമാണ് നടക്കുന്ന വഴിയിലൊക്കെ. പിന്നെ അതാ ഒരു പരിധി വിട്ടിട്ട് നമുക്കിപ്പോൾ വെള്ളം കുറഞ്ഞതുകൊണ്ട് വഞ്ചി എടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുവരെ നടന്ന് വന്നിട്ട് നമ്മളിങ്ങനെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നാളായിട്ടും ഇപ്പോൾ ഒരു 4 വർഷമായി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്, അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട്. ബട്ട് ഇതുവരെ ഇങ്ങനൊരു ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടായിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാറയ്ക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമായപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അവൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വെച്ച് ഞാൻ അവളെ കൊണ്ടുവന്നതാണ്. ബട്ട് ഞാൻ പേടിച്ചിരിക്കുക. അതുപോലെ മമ്മി ഭയങ്കരമായിട്ട് പേടിച്ചിങ്ങനെ വിറച്ച് വഞ്ചിക്കകത്തിരിക്കും ഇങ്ങനെ ആടുന്നത് അപ്പോൾ ഒക്കെ. ഈ സമോൾ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. സോ വഞ്ചി ഇങ്ങനെ കിടന്ന് ആടുക. പക്ഷേ സാറാമ്മളെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുക. ഞങ്ങളൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതൊക്കെ കണ്ടിട്ട്. അത് ആദ്യമായിട്ട് കാണുന്നൊരു ഫീൽ പോലും ഇല്ല അവൾക്ക്. അവളിങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്യുവാണ്. എന്തോ ബസ്സിലേക്ക് ഇരുന്ന് പോകുന്ന കൂട്ടൊരു ഫീലാണ് അവൾക്ക്. സോ എന്തായാലും മക്കളുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. അങ്ങേയറ്റത്ത് കാണുന്നതാണ്. അവിടെ ആൻറ്റി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സോ ആൻറ്റി അവിടെ ബാഗൊക്കെ കൊടുക്കുന്നുണ്ട്. മക്കളുടെ സന്തോഷമാണ് ഏറ്റവും വലുത് നമുക്ക്. അപ്പം നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ മറക്കുന്നത് കുറേ യാത്രയിലൂടെയൊക്കെയാണ്. അപ്പം ഞങ്ങളും അതുപോലെ കുറേ യാത്രകളൊക്കെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് കേട്ടോ യാത്രകളൊക്കെ ചെയ്യും. അല്ലാത്ത സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്തണം. അതാണല്ലോ വേണ്ടത്. സോ അതാ അവരുടെ വീടെത്തി. ചാച്ചൻ്റെ വീടാണിത്. നല്ല അടിപൊളി വീടാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. രാത്രി ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു 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 സാഹചര്യം നമുക്കവിടെ ഇല്ല. വെള്ളം കയറി കിടക്കുവാണ് ഫുള്ളും. വഞ്ചിയിലാണ് പോകേണ്ടത്. എങ്ങനെ രാത്രി നമ്മൾ തുഴഞ്ഞു കഴിഞ്ഞ് പോകുമ്പോൾ രാത്രി നമ്മളെങ്ങനെ എങ്ങോട്ട് പോകണു, ഏത് ദിശയിലോട്ടാണ് പോകേണ്ടത് ഒന്നും അറിയില്ല. സോ അങ്ങനെയൊക്കെ സിറ്റുവേഷനാണ്. നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള പ്ലേസസാണ്, നൊസ്റ്റാൾജിക്കാണ്. പക്ഷെ അവിടെ താമസിക്കുന്നവർക്ക് അറിയാം അവിടുത്തെ അവസ്ഥ എന്ത് തന്നെയായാലും. സോ ഞങ്ങൾ അവിടെ ചായയൊക്കെ കഴിച്ചു. കട്ടൻ ചായ കേട്ടോ കുടിച്ചത്. എന്തോ ഒന്നും ഇല്ലായിരുന്നു കഴിക്കുന്നത്. റസ്ക് ഉണ്ടായിരുന്നു, പക്ഷേ കപ്പലണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. സ്റ്റാറ്റിക് പ്ലേസ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ ഇവിടെ അമ്പലം ഒന്നുമില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.